ഹായ് ഗൈസ്, കഴിഞ്ഞ പാർട്ടിൻ്റെ അവസാനത്തിൽ നമ്മൾ കണ്ടത് ടക്കാക്കോയും സട്ടോറും അങ്കിളും കൂടെ കഫേയിലേക്ക് പോകുന്നതും അവിടെ വെച്ച് ടോമോയും ടക്കാനോയും കഫേ ഓണറിനെയൊക്കെ പരിചയപ്പെടുന്നതാണ്. കഫേ ടക്കാക്കോയ്ക്ക് വളരെ ഇഷ്ടപ്പെട്ടു. രാത്രി തിരിച്ച് ബുക്ക് ഷോപ്പിലേക്ക് നടക്കുമ്പോഴത്തേക്ക് അവൾക്ക് കുട്ടിക്കാലത്ത് അങ്കിളിൻ്റെ കൂടെ ഉണ്ടായിരുന്ന നല്ല നല്ല ഓർമ്മകൾ മെമ്മറീസൊക്കെ വരികയാണ്. പഴയ ആ ഒരു ബോണ്ടിങ് ഒക്കെ അവൾക്ക് വീണ്ടും ഫീൽ ചെയ്ത് തുടങ്ങി. അവൾ അങ്കിളിന് ഇഷ്ടമുള്ള കാര്യങ്ങളെ പറ്റിയും എന്തൊക്കെ ഈ ടൈമിനിടയിൽ ഈ കാലഘട്ടത്തിനിടയിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ അങ്കിളിനോട് ചോദിക്കുന്നുണ്ട്. അങ്കിള് പറയാണ്, എനിക്ക് വായിക്കാനും യാത്രകൾ ചെയ്യാനും ഒക്കെയാണ് കൂടുതലും ഇഷ്ടം. എൻ്റെ ചെറുപ്പത്തിൽ കാശൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ട് തായ്ലൻഡ്, ലാവോസ്, വിയറ്റ്നാം, ഇന്ത്യ, നേപ്പാൾ, യൂറോപ്പ് ഒക്കെ സഞ്ചരിച്ചിട്ടുണ്ട്. അങ്കിൾ ഇത്രയും അഡ്വഞ്ചറസ് ആണെന്ന് ടക്കാക്കോയ്ക്ക് അത്ഭുതം തോന്നി. ഒരുപാട് യാത്രകൾക്ക് ശേഷമാണ് എനിക്ക് എന്നെ തന്നെ മനസ്സിലായത്. എനിക്ക് എന്താ വേണ്ടതെന്ന് ഞാൻ അതിന് ശേഷമാണ് മനസ്സിലാക്കിയത്. എൻ്റെ കംഫർട്ട് സോൺ മൊറസാക്കി ബുക്ക് ഷോപ്പാണ്. ഞാനതിൽ ഒരുപാട് ഹാപ്പിയാണ്. കുറച്ച് മടിച്ചാണെങ്കിലും അങ്കിളിൻ്റെ വൈഫ് മൊമോക്കോ എന്തുകൊണ്ടാണ് അങ്കിളിനെ വിട്ടുപോയതെന്ന് ടക്കാക്കോ ചോദിച്ചു. ഞങ്ങൾ രണ്ടുപേരും ഒരേ വേവ് ലെങ്ത് ഉള്ളവരായിരുന്നു. പ്രണയിച്ചാണ് കല്യാണം കഴിച്ചത്. ലൈഫ് ലോങ് കൂടെ ഉണ്ടാകും എന്ന് കരുതി. പക്ഷെ എന്തു പറ്റിയെന്നറിയില്ല. ഒരു ദിവസം ഞാൻ പോകുന്നു, അന്വേഷിക്കരുത് എന്നൊരു കുറിപ്പ് എഴുതി വെച്ചിട്ട് അവൾ പോയി. അതുകൊണ്ട് ഞാൻ അന്വേഷിച്ചില്ല. എനിക്കെപ്പോഴും അവൾ ഒരുപാട് ഇഷ്ടമാണ്. എവിടെയാണെങ്കിലും സന്തോഷമായിട്ടിരുന്നാൽ മതി. അവളുടെ കൂടെയുള്ള നല്ല മെമ്മറീസ് ഇപ്പോഴും ഉണ്ട് എനിക്ക്. അത് മതി. സാഡായിട്ടാണെങ്കിലും സട്ടോറു അങ്കിൾ പറഞ്ഞു. അന്ന് എത്ര ഉറക്കാൻ ശ്രമിച്ചിട്ടും അവൾക്ക് ഉറങ്ങാൻ പറ്റിയില്ല. അവൾ എണ്ണീറ്റിരുന്നു. TV ഉണ്ടായിരുന്നെങ്കിൽ കാണാമായിരുന്നു എന്ന് തോന്നിയെങ്കിലും ഇനി TV കാണാൻ വേണ്ടിയിട്ട് ഈ പുസ്തകത്തിൻ്റെ കുന്ന് വീണ്ടും മാറ്റണമല്ലോ എന്ന് ആലോചിച്ചപ്പോഴത്തേക്കും അവൾ അതിന് മെനക്കെട്ടില്ല. ഒരു ബുക്ക് ഉണ്ടായിരുന്നെങ്കിൽ വായിക്കായിരുന്നു എന്ന് അവൾക്ക് തോന്നി. അപ്പോഴാണ് അവളുള്ളതൊരു ബുക്ക് ഷോപ്പിലാണെന്നും അവളുടെ 4 ചുറ്റും മതിൽ പോലെ പുസ്തകങ്ങളാണെന്നും അവൾക്ക് ഓർമ്മ വന്നു. ബുക്സിനെ പറ്റി വലിയ അറിവൊന്നും ഇല്ലാത്തതുകൊണ്ട് കയ്യിൽ കെട്ടിയൊരു പുസ്തകം അവളെടുത്തു. ആ പുസ്തകത്തിൻ്റെ പേര് അണ്ടർ ദ ഡെത്ത് ഓഫ് ദി ഗേൾ എന്നാണ്. സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ ബുക്ക് വായിക്കാൻ തുടങ്ങിയ എങ്ങനെയാണെന്നറിയില്ല, നമുക്ക് ഉറക്കം വരില്ലേ, അത് പ്രതീക്ഷിച്ചാണ് ടക്കാക്കോയും വായിച്ചു തുടങ്ങിയത്. പക്ഷെ അവൾക്ക് ആ ബുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഉറങ്ങാൻ പോലും മറന്നുപോയി. അവൾ ആ ബുക്ക് വായിച്ചു തീർന്നപ്പോൾ വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷൻ, പീസ് മൈൻഡ്, റിഫ്രഷിംഗ് ആയതുപോലെ ഒരു ഫീൽ അവൾക്ക് തോന്നി. പിറ്റേ ദിവസം അങ്കിള് ഷോപ്പിൽ വന്നപ്പോൾ പതിവിന് വിപരീതമായിട്ട് ചിരിച്ചുകൊണ്ട് അങ്കിളിനെ അവൾ ഗ്രീറ്റ് ചെയ്തു. കൊച്ചുകുട്ടിയെ പോലെ അവൾ വായിച്ച പുസ്തകത്തെപ്പറ്റി ഒരുപാട് അങ്കിളുമായിട്ട് സംസാരിച്ചു. അങ്കിളിന് വളരെ എക്സൈറ്റഡ് ആയിരുന്നു. അവർ പരസ്പരം ആ ബുക്കിനെ പറ്റി ഒരുപാട് സംസാരിക്കുന്നുണ്ട്. ടക്കാക്കോ വേഗം പുസ്തകങ്ങളെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. ഒന്നിനു പുറമെ ഒന്നായി അവൾ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചു. അത് അവൾക്ക് വല്ലാത്ത സന്തോഷം കൊടുക്കുന്നത് പോലെ തോന്നി. ഉള്ളിലെവിടെ ഉറങ്ങിക്കിടന്നൊരു വായനക്കാരി ഉണർന്ന പോലെ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു സന്തോഷവും ഉന്മേഷവും ഒക്കെ അവൾ ഫീൽ ചെയ്യാൻ തുടങ്ങി. അവളുടെ മൂഡ് ശരിയായതിൽ സട്ടോറും അങ്കിളും ഒരുപാട് സന്തോഷിച്ചു. അവളുടെ മുഖം കണ്ട് സാബുവിന് പോലും അവൾ പുസ്തകങ്ങളെ ഇഷ്ടപ്പെട്ടു തുടങ്ങി എന്ന് മനസ്സിലാക്കി. വായനയ്ക്ക് പുറമെ ആ സ്ഥലവും അവൾക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങി. ജിംബോച്ചയിലൂടെ സ്ട്രീറ്റിലൂടെ നടക്കുന്നതും അവൾ ശീലമാക്കി തുടങ്ങിയിരുന്നു. ഫസ്റ്റ് ടൈം വന്നപ്പോൾ ആ സ്ഥലത്ത് നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്ന് ചിന്തിച്ചിരുന്നിടത്ത് നിന്ന് ഇന്ന് അവൾ അതിനെയൊക്കെ സ്നേഹിച്ചു തുടങ്ങിയാണ്. ടോമോയും ടക്കാക്കയും നല്ല ഫ്രണ്ട്സായി. അവൾ ടക്കാക്കയേക്കാൾ 2 വയസ്സ് ചെറുപ്പമാണ്. ജാപ്പനീസ് ലിറ്ററേച്ചർ ലാസ്റ്റ് ഇയർ സ്റ്റുഡൻ്റാണ് ടോമോ. ബുക്സ് ഒന്നും വാങ്ങിക്കാനല്ലെങ്കിലും ടോമോ മൊറസാക്കിയിൽ വരും ടക്കാക്കയെ കാണാൻ. അവരൊരുമിച്ച് ടീയൊക്കെ കുടിക്കും, ഒരുപാട് സംസാരിക്കും. അവൾക്ക് ടക്കാക്കയുടെ റൂം വളരെ ഇഷ്ടമാണ്. എനിക്കും ഇതുപോലൊരു ബെഡ്റൂം വേണമെന്ന് അവൾ എപ്പോഴും പറയും. കാരണം കയ്യെത്തുന്നിടത്തെല്ലാം പുസ്തകം. അവൾ ഒരുപാട് ബുക്സിനെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഒരു ദിവസം ടക്കാക്കോ ചോദിച്ചു, നീ എന്തുകൊണ്ടാണ് ബുക്സിനെയൊക്കെ ഇത്ര ഇഷ്ടം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ ഞാൻ ഭയങ്കര ഒറ്റയ്ക്കായിരുന്നു, ഭയങ്കര ഷൈ ടൈപ്പായിരുന്നു. ഞാൻ എന്താ ചിന്തിക്കുന്നതെന്ന് മറ്റൊരാളോട് പറയാൻ പോലും ഭയങ്കര പേടിയായിരുന്നു. അപ്പോഴാണ് സ്കൂൾ ഗേൾ എന്ന ബുക്ക് ഞാൻ വായിക്കുന്നത്. ആ ബുക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഒരു തരം അഡിക്ഷൻ. അതിനുശേഷമാണ് ബുക്സ് എനിക്ക് ഇത്രയേറെ പ്രിയപ്പെട്ടതായതെന്ന്. കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞു. അതിനുശേഷം ടോമോയുമായി കണക്ട് ചെയ്ത് മറ്റൊരു സംഭവം ഉണ്ടായി. ഒരു ദിവസം കഫേയിൽ ടോമോയെ കാണാൻ പോയതാണ് അവൾ. പക്ഷേ ടോമോ അവിടെ ഇല്ല. പതിവിന് വിപരീതമായിട്ട് ടക്കാനോയാണ് ടക്കാക്ക എന്ന് വെൽക്കം ചെയ്തത്. സാധാരണ അവനെ കാണുന്നത് തന്നെ അപൂർവമാണ്. പക്ഷെ ഇന്ന് കോഴി മുട്ടയിടാൻ നടക്കുന്നത് പോലെ ടക്കാക്കയോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ടക്കാനോ അവളുടെ ചുറ്റും കിടന്ന് കറങ്ങുകയാണ്. ടക്കാക്കയ്ക്ക് ടെൻഷനായി. ദൈവമേ, അങ്കിൾ അന്ന് തമാശയ്ക്ക് പറഞ്ഞത് ഈ പൊട്ടം കാര്യമായിട്ടെടുത്തോ? ഡേറ്റിനെങ്ങാനും വിളിക്കാമെന്നതാണോ? ഒരു കൊച്ചു വേൻ അവൻ്റെ ക്രഷായ പെൺകുട്ടിയോട് സംസാരിക്കാൻ പോകുന്നത് പോലെയുള്ള ടക്കാനയുടെ പരിങ്ങൽ കണ്ടപ്പോഴത്തേക്കും ടക്കാക്കയ്ക്ക് BP കൂടും പോലെ തോന്നി. എങ്ങാനും അവ ഇഷ്ടം പറഞ്ഞാൽ വിഷമിപ്പിക്കാതെ എങ്ങനെ നോ പറയും എന്നവൾ മനസ്സിൽ കണക്കൂട്ടിക്കൊണ്ടിരുന്നപ്പോഴാണ് അവൻ ചോദിക്കുന്നത്, നിങ്ങളും ഐഹാരയും ഫ്രണ്ട്സ് ആണല്ലേ? ഫേസ് മുഴുവൻ ഭയങ്കര ചുവന്നു കൊടുത്ത് തക്കാളി പോലെ ഇരിക്കുകയാണ് അവ. അപ്പോൾ ഐഹാര, നീ ടോമയാണോ ഉദ്ദേശിച്ചത്? ആണെങ്കിൽ ഇടയ്ക്കൊക്കെ ലഞ്ച് ബ്രേക്ക് ടൈമിൽ അവൾ ഷോപ്പിലേക്ക് വരാറുണ്ട്. എന്താ ചോദിച്ചേ? അപ്പോൾ അവൻ പറഞ്ഞു, അല്ല, നിങ്ങൾ എന്തൊക്കെയാണ് സംസാരിക്കുന്നത്? ടോമയ്ക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടോ? ഇപ്പം കാര്യങ്ങൾ ഏകദേശം ടക്കാക്കയ്ക്ക് മനസ്സിലായി. നിനക്ക് ടോമയുടെ ക്രഷാണോ? ടക്കാക്കയ്ക്ക് ശ്വാസം നേരെ വീണു. ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചല്ലേ വർക്ക് ചെയ്യുന്നത്?
നിനക്ക് തന്നെ അവളോട് ചോദിച്ചാൽ പോരെ. അത് പിന്നെ ഞാൻ കിച്ചണിലും ടോമോ ഡൈനിങ് ഏരിയയിലുമാണ്. അതുമല്ല എനിക്ക് പെൺകുട്ടികളോട് സംസാരിച്ചൊന്നും വലിയ ശീലമില്ല. അപ്പോൾ പെട്ടെന്ന് ടക്കാക്കിയൊക്കെ തോന്നി, അപ്പോൾ ഞാൻ എന്നെ കണ്ട പെണ്ണാണെന്ന് തോന്നില്ലേ? നീ എന്നോട് സംസാരിക്കുന്നുണ്ടല്ലോ. എന്തൊക്കെയാണെങ്കിലും ടോമ ഭയങ്കര ക്യൂട്ടാണ്, എല്ലാവർക്കും അവളെ ഇഷ്ടപ്പെടും. അവൾക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. അപ്പോൾ പറയാണ്, പ്ലീസ് എന്നെ ഹെൽപ്പ് ചെയ്യൂ. എന്നെ ഹെൽപ്പ് ചെയ്താൽ എപ്പോൾ കഫേയിൽ വന്നു കഴിഞ്ഞാലും ഞാൻ ഫ്രീ കോഫി തരാം. അത് കൊള്ളാലോ, അപ്പോൾ പിന്നെ ഡെയിലി വരാം. അത് കുറച്ച് അധികമായില്ലേ, ഇടയ്ക്കൊക്കെ വാ, ഇല്ലെങ്കിൽ എൻ്റെ ശമ്പളം മൊത്തം ഞാൻ ഇവിടെ തന്നെ വയ്ക്കാനേ കാണുള്ളൂ. എന്തായാലും ടക്കാനെ ഹെൽപ്പ് ചെയ്യാമെന്ന് ടക്കാക്കോ പ്രോമിസ് ചെയ്തു. 6 മാസം കൊണ്ട് ടക്കാനോയ്ക്ക് ടോമോയുടെ ക്രഷാണ്. പക്ഷെ ഇതുവരെ ഹലോ എന്നല്ലാതെ ഒരു വാക്ക് പോലും അവളോട് സംസാരിച്ചിട്ടില്ല. കുറച്ച് വിയേർഡായിട്ട് തോന്നുമെങ്കിലും മറ്റൊരു സൈഡിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഇന്നസെൻ്റ് ആയിട്ട് തോന്നും. എന്തായാലും അന്ന് മുതൽ ടക്കാക്കോ ടോമോയ്ക്കും ടക്കാനോയ്ക്കും ഇടയിൽ അരയന്നമാണ്. എങ്ങനെയെങ്കിലും രണ്ടുപേരെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് നന്നായി ശ്രമിക്കുന്നുണ്ട്. ടോമോയ്ക്ക് എന്തൊക്കെയാണ് ഇഷ്ടം, ഇഷ്ടപ്പെട്ട മൂവി, ഇഷ്ടപ്പെട്ട ബുക്ക്, ഇഷ്ടപ്പെട്ട ഫുഡ്, മറ്റു ഫേവററ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ബോയ് ഫ്രണ്ട് ഇല്ല എന്നുള്ള കാര്യം, ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസൊക്കെ ടക്കാനോയ്ക്ക് ഡെലിവറി ചെയ്യുന്നത് ടക്കാക്കോയാണ്. അതിനുവേണ്ടി സ്ഥിരം കഫേയിൽ പോയി അവസാനം ടക്കാനോയും ടക്കാക്കോയും തമ്മിൽ റിലേഷനിലാണെന്ന് വരെ റൂമേഴ്സ് സ്റ്റാർട്ട് ചെയ്തു തുടങ്ങി. അപ്പോഴാണ് ടോമോ യൂസ്ഡ് ബുക്ക് ഫെസ്റ്റിവലിനെ പറ്റി പറയുന്നത്. എല്ലാ വർഷവും എല്ലാ സെക്കൻഡ് ഹാൻഡ് ബുക്ക് ഷോപ്സും ചേർന്ന് ഒരു ഔട്ട്ഡോർ ഫെസ്റ്റിവൽ നടത്താറുണ്ട്. ഔട്ട്ഡോറിൽ മാർക്കറ്റൊക്കെ സെറ്റ് ചെയ്യും. ഫെസ്റ്റിവൽ ടൈമിൽ ഒരുപാട് ആൾക്കാർ ബുക്സ് വാങ്ങിക്കാൻ വരികയും ചെയ്യും. ഒരുപാട് ഫണ്ണാണ്, നല്ല രസമാണെന്ന് ടോമോ പറയുകയാണ്. ടാക്കോയ്ക്ക് അത് ഭയങ്കര ഇൻക്രെഡിബിൾ ആയിട്ട് തോന്നി. അങ്ങൾ ഫെസ്റ്റിവലിനെ പറ്റി അവളോടൊന്നും പറയാതിരുന്നത് ഒരു അല്പം വിഷമം തോന്നിയെങ്കിലും ഈ അവസരം മാക്സിമം മുതലാക്കി ടക്കാനയും ടോമോയും എങ്ങനെയെങ്കിലും സെറ്റാക്കണമെന്ന് അവൾ ഉറപ്പിച്ചു. സോ ഫെസ്റ്റിവലിന് ടോമോയുടെ കൂടെ പോകാൻ ടക്കാക്കയോ സമ്മതിച്ചു. അങ്ങനെ ബുക്ക് ഫെസ്റ്റിവൽ തുടങ്ങി. വർഷത്തിൽ ഒരിക്കലും മാത്രം നടക്കുന്ന ബുക്ക് ഫെസ്റ്റിവൽ കാണാനും ബുക്സ് വാങ്ങിക്കാനും ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടായിരുന്നു. ടക്കാക്കയും അത് കണ്ട് ടോട്ടലി സർപ്രൈസ്ഡ് ആയി. അങ്ങള് സാധാരണ ഭയങ്കര ചെയർഫുള്ളാണ്, പക്ഷെ ഫെസ്റ്റിവലിൻ്റെ ടൈമിൽ കുറച്ചുകൂടെ വൈബിൽ ഭയങ്കര ചെയർഫുള്ളായിരുന്നു. ചിലപ്പോൾ സ്വന്തം സ്റ്റോള് പോലും മറന്ന് മറ്റ് പരിചയക്കാരോട് സംസാരിക്കാൻ പോകും. അവസാനം ടക്കാക്കോ ചെന്ന് തിരിച്ചു വിളിച്ചുകൊണ്ട് വരണം. കസ്റ്റമേഴ്സിൻ്റെ തിരക്കൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവൾ ടോമോയുടെ കൂടെ ചുമ്മാ ഒന്ന് ചുറ്റിക്കറങ്ങാൻ ഇറങ്ങി. വഴിയിൽ വെച്ച് ടക്കാനയെ കണ്ട് അവനെയും കൂടെ കൂട്ടി. അത് ആക്സിഡൻ്റലി കണ്ടുമുട്ടിയതല്ല, പ്ലാൻഡ് ആണെന്ന് ടോമോയ്ക്ക് മാത്രം അറിയില്ലായിരുന്നു. ടക്കാനോ ആണെങ്കിൽ ടെൻഷനിൽ നടക്കാൻ പോലും മറന്നുപോയ അവസ്ഥ. ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി കൊടുത്തിട്ട് പോലും അവന് കറക്റ്റായിട്ടൊരു സെൻറ്റൻസ് പോലും ടോമോയോട് സംസാരിക്കാനോ അവളെ ഇമ്പ്രസ് ചെയ്യാനോ ഒന്നും പറ്റുന്നില്ല. വഴിയിൽ വെച്ച സാബുവിനെയും വൈഫിനെയും കണ്ടു. പുള്ളിയുടെ കയ്യിൽ വലിയ ബാഗ് നിറയെ ബുക്സ് വാങ്ങി വെച്ചിട്ടുണ്ട്. അതിന് സാബുവിൻ്റെ വൈഫ് നല്ല കണക്കിന് വഴക്ക് പറയുന്നുണ്ട്. ഇങ്ങനെയുടെ ഓവർ പുസ്തകം വാങ്ങൽ കാരണം വീടിൻ്റെ ഒരു ഭാഗം നിറഞ്ഞു. ഇനിയും തുടരാനാണെങ്കിൽ ഇതെല്ലാം വാരി വല്ല വാക്കക്കാരനും കൊടുക്കുമെന്ന് പുള്ളിക്കാരി പറയുകയാണ്. സ്റ്റാർട്ടിങ്ങിൽ അല്പം പതറിയെങ്കിലും ടക്കാനോ ടോമയുമായിട്ട് നന്നായിട്ട് സംസാരിക്കാൻ തുടങ്ങി. ആദ്യം വിക്കിക്കൊണ്ടിരിക്കുന്ന ആളായിരുന്നു, ഇപ്പോൾ പറയേയില്ല. ലാസ്റ്റ് പിരിയാൻ നേരം ഇങ്ങനെ ഒരു ചാൻസ് ഉണ്ടാക്കി കൊടുത്തതിന് ടക്കാക്കോയ്ക്ക് താങ്ക്സ് പറഞ്ഞിട്ടാണ് ടക്കാനോ പോയത്. പക്ഷെ അവരുടെ കമ്പനി ടക്കാക്കയാണ് കൂടുതൽ എൻജോയ് ചെയ്തത്. അങ്ങനെ ഫെസ്റ്റിവലൊക്കെ കഴിയാറായി. ലാസ്റ്റ് ഡേ ഷോപ്പൊക്കെ ക്ലോസ് ചെയ്ത് അവൾ ഒറ്റയ്ക്ക് റൂമിൽ ജനലിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്തോ അനക്കം തോന്നി അവൾ തിരിഞ്ഞു നോക്കിയതും ഡോറിൻ്റെ ഇടയിൽ കൂടെ 2 കണ്ണുകൾ അവളെ തന്നെ നോക്കുന്നു. പെട്ടെന്ന് ഇത് കണ്ട് അവൾ പേടിച്ച് നിലവിളിച്ചു. ഓ സോറി മോളെ, ഞാൻ പേടിപ്പിച്ചു. അങ്കിള് ഡോറ് തുറന്ന് അകത്തേക്ക് കയറി വന്നു. അങ്കിള് ഫെസ്റ്റിവൽ റാപ്പർ പാർട്ടിക്ക് പോയില്ലേ? ഞാൻ പോയി, ജസ്റ്റ് ഒന്ന് തല കാണിച്ചിട്ട് തിരിച്ചു വന്നു. ഞാൻ വിചാരിച്ചു നമ്മൾ 2 പേർക്കും കൂടെ ഇവിടെ റാപ്പർ പാർട്ടി നടത്താമെന്ന്. നീ ഇതുവരെ വന്നിട്ട് നമ്മൾ ഇതുവരെ ഒരുമിച്ചൊരു ഡ്രിങ്ക് ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞ് അങ്കിളും ടക്കാക്കയും ചേർന്ന് ഡ്രിങ്ക് ചെയ്യാൻ തുടങ്ങി. അങ്കിള് ചോദിക്കുകയാണ്, നിനക്കിപ്പോൾ ഇവിടെയൊക്കെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയില്ലേ? വേണമെങ്കിൽ നിനക്ക് എത്ര കാലം വേണമെങ്കിലും ഇവിടെ നിൽക്കാൻ കേട്ടോ. അവൾ പറഞ്ഞു, ശരിയാ, ആദ്യ സ്ഥലം എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇപ്പം എനിക്കിവിടെ ഒരുപാട് ഇഷ്ടമാണ്. എന്തിനാ അങ്കിളിന് എന്നെ ഇത്ര ഇഷ്ടം? ഞാൻ നീസായതുകൊണ്ട് ഓക്കെ, ബട്ട് ഇത്രയും കാലത്തിനിടയ്ക്ക് ഞാൻ അങ്കിളിനെ കാണാൻ ഒരിക്കൽ പോലും വന്നിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് എൻ്റെ അടുത്ത് ഇത്ര കാര്യമെന്ന് ടക്കാക്കോ അങ്കിളിനോട് ചോദിക്കുകയാണ്. അത് നീയാണ് എൻ്റെ ജീവൻ രക്ഷിച്ചത്, നീ എൻ്റെ സേവിയർ ഏഞ്ചലാണ്. ഇത് കേട്ട് ടക്കാക്കോയ്ക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല അങ്കിൾ എന്താണ് പറയുന്നതെന്ന്. അങ്കിൾ പറയുകയാണ്, എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് ഭയങ്കര ഡിപ്രഷനിലൂടെ കടന്നു പോകുന്നൊരു സ്റ്റേജ് ഉണ്ടായിരുന്നു. എൻ്റെ പഠിപ്പ് കാരണം, സ്കൂളിലും മെച്ചമല്ല, വീട്ടിലും ടെൻഷനും ഡിപ്രഷനും ഒക്കെ കാരണം ഞാൻ എന്നിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടുന്നൊരു ടൈം, ഭൂമിയിൽ ഞാൻ ഇല്ലാതായിരുന്നെങ്കിലെന്ന് നന്നായി ചിന്തിച്ചിരുന്നൊരു ടൈം. അപ്പോഴാണ് നീ ജനിച്ചത്. നിൻ്റെ അമ്മ ഒരു തുണിയിൽ നിന്നെ പൊതിഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുവന്ന് നിന്നെ കാണിച്ചു തന്നപ്പോൾ നീ ഭയങ്കര പീസ്ഫുള്ളായിട്ട് ഉറങ്ങുകയായിരുന്നു. പെട്ടെന്ന് ആ ഒരു കാഴ്ച എന്നെ ഭയങ്കരമായിട്ട് മാറ്റിമറിച്ച് കളഞ്ഞു. എൻ്റെ മനസ്സിലാ ഇരുട്ടിൽ ഒരു വെളിച്ചം കിട്ടിയതുപോലെ ജീവിക്കാനുള്ളൊരു ആഗ്രഹമൊക്കെ ഉണ്ടായതുപോലെ തോന്നി. നിന്നെ ഫസ്റ്റ് ടൈം ആ കുഞ്ഞായിരുന്നു കണ്ടപ്പോഴത്തേക്കും. നിറയെ പുസ്തകങ്ങൾ വായിച്ചു, യാത്രകൾ ചെയ്തു, എനിക്ക് എന്താ വേണ്ടതെന്ന് കണ്ടെത്താൻ ശ്രമിച്ചു. അവസാനം ഇവിടെ ഈ ബുക്ക് ഷോപ്പിലെത്തി. ഒരുപാട് യാത്രകളൊക്കെ ചെയ്ത് ശരിക്കും ഞാൻ എന്താണ്, എനിക്ക് എന്താണ് വേണ്ടത്,
എന്ന് അന്വേഷിച്ചാണ് ഞാൻ പല യാത്രകളും ചെയ്തിട്ടുള്ളത്. എൻ്റെ ജീവിതത്തിൻ്റെ പകുതി കാലഘട്ടവും കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ സ്ഥലം, എൻ്റെ സ്പോട്ട് എവിടെയാണ്, എനിക്ക് എന്താണ് വേണ്ടതെന്നൊക്കെ ഞാൻ പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയത്. സോ തിരിച്ച് എനിക്കുള്ള എൻ്റെ കരയിലേക്ക് ഞാൻ തിരിച്ചെത്തി. എൻ്റെ കുട്ടിക്കാലം മുഴുവൻ ഞാൻ ഈ ബുക്ക് ഷോപ്പിലാണ് ചെലവഴിച്ചത്. ഈ സ്ഥലം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇത്രയും ചിയർഫുള്ളായി എപ്പോഴും സന്തോഷകരമായിട്ട് മാത്രം ഇരിക്കുന്ന അങ്കിളിന് ഇങ്ങനെ ഒരു പെയിൻഫുള്ളായിട്ടുള്ള മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു എന്ന് ഇപ്പോഴാണ് ടക്കാക്കോ അറിയുന്നത്. പങ്കൾ പറയാണ്, മോമോയ്ക്കും ഈ ഷോപ്പ് എനിക്കുള്ളതുപോലെ വളരെ പ്രിയപ്പെട്ടതായിരിക്കും എന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ അവൾ പോയി. അവൾക്ക് എങ്ങനെ ഫീലായിരുന്നു എന്നെനിക്കറിയില്ലായിരുന്നു. ഈ ഷോപ്പ് അത്ര ലാഭകരമൊന്നും അല്ല, എങ്കിലും എൻ്റെ ലൈഫ് മുഴുവൻ ഈ ഷോപ്പിൽ ജീവിക്കാനാണ് എനിക്കിഷ്ടം. അങ്കിളായിട്ടുള്ള സംസാരത്തിന് ശേഷം അവളും ചിന്തിച്ചു തുടങ്ങി ശരിക്കും അവളുടെ ലൈഫിൽ എന്താണ് വേണ്ടതെന്ന്.